വെൽക്കം ടു ഫാഹി ഡിസൈൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോർമൽ ഫ്രോക്കിൽ എങ്ങനെ ലീഫിൻ്റെ തീം കൊടുക്കാം എന്നതാണ്. ഇത് ഒരു 58 സൈസിൽ വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്തൊരു വർക്കാണ്. യോക്കിൽ പ്ലീറ്റ് വരുന്ന ഫുൾ സ്ലീവ് വരുന്ന ഒരു നോർമൽ ഫ്രോക്കാണ്. ഇതിൽ എങ്ങനെയാണ് ഒരു ലീഫ് തീം കൊടുക്കുക എന്നതാണ് നോക്കുന്നത്. ഇതാണ് കേട്ടോ ഫ്രോക്ക്. ഓർഗൻസ ക്ലോത്തിലാണ് ലീഫ് ചെയ്യുന്നത്. അതിനായിട്ട് 3 സൈസിലുള്ള ലീഫിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ടാണ് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. വലിയ പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ലീഫ് കട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ താഴെയുള്ള സൈസിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ലീഫ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ആവശ്യമായ ലീഫുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ലീഫുകളിലൊക്കെ ചെറിയൊരു പണിയും കൂടെ ചെയ്യാണ്ട് കേട്ടോ. അതിനായിട്ട് നമുക്ക് ഗ്ലിറ്റർ പെയിൻ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഗമ്മും ഗ്ലിറ്റർ പൗഡറും മിക്സ് ചെയ്തിട്ട് ഗ്ലിറ്റർ പെയിൻറ്റ് റെഡിയാക്കുകയാണ്. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയൊരു മെഷറിംഗ് കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഗമ്മും ഗ്ലിറ്റർ പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സ് ചെയ്തത് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ഒരു പെയിൻറ്റിൻ്റെ ബോട്ടിലിലാക്കിയിട്ട് അതിൽ നിന്നും നമ്മൾ ക്ലീൻ ആക്കിയിട്ടുള്ള പെയിൻറ്റിൻ്റെ ട്യൂബിലോട്ട് ആക്കി കൊടുക്കണം കേട്ടോ. ഈ മിക്സ് ചെയ്തത് ബോട്ടിലാക്കിയതിന് ശേഷം ട്യൂബിലോട്ട് ആക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ ലീഫിൽ ചെയ്യുന്ന വീഡിയോയും മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലീഫൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ലീഫുകളൊക്കെ നമുക്ക് ഫ്രോക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്തുനിന്ന് യോക്ക് പോർഷൻ വരെ 2 ലൈനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലീഫ് സെറ്റാക്കി കൊടുക്കണം. ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോന്നും വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ അടുത്തത് ചെയ്ത് കൊടുക്കാൻ. എന്തെങ്കിലും തെറ്റ് നമുക്ക് ഭംഗി കിട്ടണില്ല എന്നൊക്കെ കണ്ടാൽ ഭംഗി കിട്ടുന്ന രീതിക്ക് വെക്കണമെങ്കിൽ ഓരോന്ന് വെച്ചിട്ടൊന്ന് നോക്കണം. അങ്ങനെ യോക്ക് പാർട്ട് വരെ എത്തി തുടങ്ങി. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് ഫുള്ളായിട്ട് വെക്കാം കേട്ടോ. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ യോക്ക് പാർട്ടിൽ മൊത്തം, അതായത് പ്ലീറ്റ് തുടങ്ങുന്ന ആ ഭാഗത്ത് മൊത്തം വെച്ച് കൊടുക്കുകയാണ്. ഈ ചെയ്യുന്നതൊക്കെ ഒരുപാട് പ്രാവശ്യം വെച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുത്തത്. മുകളിലേക്ക് പോകുന്തോറും ചെറുതായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ലീഫുകളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. അതായത് 3 സൈസിലുള്ള ലീഫാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ചെറിയ സൈസിൽ വരുന്നതാണ് കേട്ടോ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ വലിയ ലീഫ് വേസ്റ്റിൻ്റെ ഭാഗത്ത് വലിയ ലീഫ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത്, അതായത് പ്ലേറ്റ് വരുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് വലിയ ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വലിയ ലീഫ് 3 എണ്ണമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ 2 എണ്ണം യോക്ക് പാർട്ടിൽ ഒരു ലെവലിൽ വെച്ച് കൊടുത്തിട്ട് അതിന് താഴെ ഒരു ലീഫും കൂടെ വെച്ച് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലീഫ് നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ ലീഫ് അതിൻ്റെ നേരെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ താഴെ ബാക്കി വരുന്ന ഒരു ലീഫും കൂടെ അതിൻ്റെ താഴെ സെറ്റാക്കി കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. രാത്രിയാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആൾ ഇട്ടിട്ടുള്ള ഫോട്ടോ. അതിലേക്ക് ലീഫിൻ്റെ തന്നെ തീമിൽ ഒരു ഇയറിങ്സും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.